ഷലോം. നെറീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. സഹോദരങ്ങളെ, ഞാനിന്ന് ബിരിയാണി വെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്കൊന്ന് ലൈവ് വരാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. ആക്ച്വലി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര സൈറം മുഴങ്ങുന്നത് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ ഇറാനിൽ നിന്നും കുറച്ച് ഓനപ്പടക്കം നമ്മൻ്റെ തള്ളാഹുവിൻ്റെ വകയായിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യാനാ? ഇസ്രായേൽ മക്കൾക്ക് നാളെ റോഷഷനയാണ്. റോഷഷന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് ഇസ്രായേൽ മക്കളുടെ. അപ്പോൾ സാധാരണഗതിയിൽ ഇസ്രായേൽ മക്കൾ ന്യൂ ഇയറിന് ആകാശത്ത് കമ്പിത്തിരിയൊന്നും പൊട്ടിക്കാറില്ല. ഇറാൻ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് വിഷുവിന് അന്ന് പറയാ കമ്പിത്തിരി അവൻ വന്ന് ആകാശത്തിൽ പൊട്ടിച്ചുകൊണ്ട് പോയി. ഇപ്പം അവൻ വീണ്ടും ഇസ്രായേലിന് റോഷഷനയുടെ ആശംസകൾ തരാൻ വേണ്ടിയിട്ട് കുറെ കമ്പിത്തിരികൾ ആകാശമണ്ഡലത്തിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കുറേ പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ യെരുശലേം ദേവാലയത്തിന്റെ അടുക്കലൊക്കെ എന്തുവാ ഒരു 10-300 എങ്ങാണ്ട് അവൻ അയച്ച് ലത്തിരിപ്പുത്തിരി കമ്പിത്തിരിപ്പൂ കമ്പിത്തിരി മൊത്താപ്പൂ എന്ന് പറഞ്ഞിട്ട് അവൻ കത്തിച്ചിട്ടുണ്ട്. സൈറം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മുഴങ്ങി. എനിക്കറിയത്തില്ല ഈ ഊളകള് എന്ത് കണ്ടിട്ടാണോ ഇസ്രായേലിന് ചൊറിയുന്നതെന്ന്. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു കാര്യമായിട്ട് തന്നെ ഇറാന് വാണിംഗ് കൊടുത്തയാ. നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ആക്രമണം നടത്തും, നിങ്ങളുടെ പെട്രോൾ ബങ്കറുകൾ ഞങ്ങൾ ആക്രമിക്കും, നിങ്ങൾ ഇസ്രായേലിന് നേരെ ചൊറിഞ്ഞു വന്നാൽ ഞങ്ങൾ മാന്തി പൊളിച്ച് ഇസ്രായേലിനെ തരിശു നിലമാക്കി ഞങ്ങൾ തീർക്കും, അതുകൊണ്ട് സൂക്ഷിക്കുക, വരരുത് എന്ന് പറഞ്ഞിട്ടും 2 തരത്തിൽ ഇറാനിന്ന് ആക്രമണം അഴിച്ചുവിട്ടു. ഒന്ന്, ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് 10-300 ഇപ്പോൾ കുറച്ചു നേരം മുമ്പേ പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിവിടെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ സൈറൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വീണ്ടും അമ്മ അയക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ ഫോണിൽ എമർജൻസി അലർട്ടുകൾ വരുന്ന സമയത്ത് ഈ നെറ്റ് ഓഫായി പോകും. അതുകൊണ്ടാണ്. കാരണം എമർജൻസി അലർട്ട് വരുമ്പോൾ ഫോണിൽ നെറ്റ് ഓഫ് ആവുകയാണ് ഓട്ടോമാറ്റിക്കലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഓൾറെഡി എന്ത് കഴിഞ്ഞു, വാണിംഗ് ഇന്നലെ കൊടുത്തതാണ്. എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചൊറിഞ്ഞു വന്നാൽ ഞങ്ങൾ അടിച്ച് നിലത്തിടുമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കേൾക്കാതെയാണ് ഇവന്മാർ ചൊറിഞ്ഞ് ഇന്ന് ഇത്രയും മിസൈലുകൾ ഇസ്രായേലിലോട്ട് അയച്ചത്. ഇസ്രായേലിൽ മിസൈലുകൾ അയക്കുക മാത്രമല്ല, പിന്നെയോ ടെല്ലവീവിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിരിക്കുക. തീവ്രവാദികൾ ടെല്ലവിന്റെ തെരുവിൽ ഇറങ്ങിയിട്ട് വെടിവെപ്പ് നടത്തിയിരിക്കുകയാണ്. അതിൽ കുറെ പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ 2 തരത്തിലാണ് ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത്. ഒന്ന്, ഇന്തിഫാദ എന്നുള്ള പേരിൽ ഇസ്രായേലിൽ നിന്നുള്ള ഈ ടെററിസ്റ്റുകളെ തന്നെ ഇറക്കി വിടുകയും അതേ സമയത്ത് തന്നെ 400 റോക്കറ്റ് വിട്ടു എന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞത് 300 എന്നാണ്. ഓക്കെ, 400 എങ്കിൽ 400. പക്ഷേ 400 വിട്ടിട്ട് എന്ത് പ്രയോജനമുണ്ട്? ആകാശത്തിൽ വന്ന് അതിന്റെ പുകയാണ് നിങ്ങൾ കാണുന്നത്. ആകാശത്ത് ഒന്ന് പൊട്ടി പുക പോയതിന്റെ പുകയാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആകാശം മുഴുവൻ കറുകറാന്ന് കറുത്തായിരുന്നു നേരത്തെ ഇരുന്നത്. എനിക്ക് ലൈവിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എമർജൻസി അലർട്ട് വരുന്നത് കൊണ്ട് അത് മൊബൈലിൽ ഇന്റർനെറ്റ് ഓഫായി പോവുകയാണ്. അതുകൊണ്ടാണ്. അറിയാത്ത പിള്ള ചൊറിയുമ്പം മറിയുന്നൊരു ചൊല്ലുണ്ട്. ഇസ്രായേലിനെ ചൊറിഞ്ഞ് അടി മേടിക്കാൻ ഓരോരുത്തന്മാരും വാങ്ങിച്ചു. ഹമാസ് മേടിച്ചു കൂട്ടി, ഹിസ്ബുള്ള മേടിച്ചു കൂട്ടി. ഇത്രയൊക്കെ പഠിക്കാനുണ്ടായിട്ടും ചെറ്റകൾക്ക് ഇനിയും പഠിക്കാൻ സമയമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഇവന്മാർ ഒരിക്കലും അന്തിമ വിജയം എന്ന് വിചാരിക്കും. ഇറാന്റെ യുദ്ധമാണ് ലാസ്റ്റ് യുദ്ധം എന്നാണ് ഇവന്റെ വിചാരം. അതുകൊണ്ട് അതിൽ മതിമറന്ന ആനന്ദം കണ്ട് പുളയുകയാണ്. ഇറാനെങ്കിലും അടിച്ചു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതിന് സുന്നികൾ ആനന്ദിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകാത്ത. അതെ, ഇനി അടുത്ത അടി ഇസ്രായേൽ ഇന്നലെ വാൺ ചെയ്തു. നിങ്ങളുടെ നോക്കിക്കോ, നാളെ എന്താ നടക്കാൻ പോകുന്നത്. ഇറാന്റെ തരിശ്. ഇസ്രായേലിനെങ്കിലും ഒന്നുമില്ലെങ്കിൽ അയൺ ഡോം പ്രതിരോധമുണ്ട്. ഇവന്മാർ 300 ഇട്ടാലും 400 ഇട്ടാലും എത്ര ഇട്ടാലും പൊട്ടിച്ചു തീർക്കാനായിട്ട് അയൺ ഡോമിന്റെ പ്രതിരോധം ഇസ്രായേലിനുണ്ട്. ഈ ഊളകൾക്കും ഈ ചെറ്റകൾക്കും എന്താ ഉള്ളത്? ഇസ്രായേൽ ഇട്ടാൽ അത് അണ്ടർഗ്രഹങ്ങളിൽ വരെ പോയി വീഴുന്ന തരത്തിലല്ലേ ഇസ്രായേലിന്റെ ഒരു ബോംബ് പോയി വീഴുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടും മതിമറന്നും രസിക്കാൻ കുറേവന്മാരുണ്ടെന്നേ. ഇനിയും അവന്മാർ മിസൈൽ വിടുകയാണെന്നുണ്ടെങ്കിൽ സൈറൻ നിങ്ങൾക്ക് കേൾക്കാം. നേരത്തെ ഭയങ്കര സൈറനായിരുന്നു. കാരണം
യെരുശലേമിനെ നോക്കി വിടുകയായിരുന്നു. വിലാപമതലിന്റെ അടുക്കലൊക്കെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മേളിൽ മിസൈലുകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കാണാം. വടി കൊടുത്തടി വാങ്ങും. ഇനി അടുത്ത ഷേവ് ഉണ്ടാകും. ഷേവ് ഇറാന് വേണ്ടി കരയാനായിട്ട് ഇനി വരും. കാരണം ഇസ്രായേൽ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു ലൈവിൽ നിന്നാണ് ഞാൻ ഇറാനോട് പറഞ്ഞത്, ഞങ്ങളെ നോണ്ടാൻ വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായും ഇന്നിന്ന സ്ഥലങ്ങൾ ആക്രമിക്കുന്ന സ്കെച്ച് വരച്ചാ കൊടുത്തത്. നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ പൊട്ടിക്കും. നിങ്ങളുടെ സകല ആയുധത്തിന്റെ ശേഖരവും ഞങ്ങൾ തീർത്തു കളയും. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ആക്കും. തരിശുഭൂമിയാക്കി ഞങ്ങൾ ഇടും എന്നൊക്കെ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു വാണിംഗ് കൊടുത്തതാണെന്നേ. എന്നാ പിന്നെ കാണട്ടെ, കാവല മത്സരം എങ്ങനെ നടക്കുന്നു എന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് യുവമാര്. നൂറ് ജഹാന് ഇതിനെ ഒന്ന് തീർത്തു തരുവോ ഇറാനെ? ആന്നടാ, കരയടാ, കരഞ്ഞു മെഴുക്. നീ ഒന്നിന് തള്ളാഹുവിനോട് കര, ഇല്ലെങ്കിൽ ഇറാനോട് കര, ഇല്ലെങ്കിൽ ഹമാസിനോട് കര. വർഷം കുറെ ആയില്ലേ. അബ്ദുൾ കുട്ടി വയാദ്, എന്ത് നല്ല മോഹം. എന്താ ദാസാ നീ ഇങ്ങനെ? എത്ര കൊണ്ടാലും പഠിക്കില്ലേടാ. അബ്ദുള്ള കുട്ടി വയാദേ, എന്ത് മോഹമാണ് എന്നെ തീർത്ത് കിട്ടാനോ? അന്തിമ വിജയം തള്ളാഹുവിനെ തള്ളിമറിക്കുന്നത് പോലെ അല്ല റീന ലൈവ് ടെലികാസ്റ്റാ ഇസ്രായേലിൽ നിന്നും ജെറുസലേമിൽ നിന്നുകൊണ്ട്. മനസ്സിലായോ? ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ജെറുസലേമിൽ ഇരുന്നുകൊണ്ട് റീന ലൈവ് ടെലികാസ്റ്റാ. ഇറാന്റെ ഓനെ പടക്കമൊക്കെ വന്നിട്ട് ആകാശമണ്ഡലങ്ങളിൽ പൊട്ടിത്തെറിച്ചിട്ട് പോയിട്ടുണ്ടേ. ഇറാന് ഒരു മോഹം. ഇസ്രായേലിൽ നാളെ ന്യൂ ഇയറാ. ഇസ്രായേൽ മക്കളുടെ റോഷ് ഹഷന എന്ന് പറയുന്ന ആഘോഷമാണ്, ന്യൂ ഇയർ ആഘോഷമാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ന്യൂ ഇയർ ആഘോഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടോ? വിഷ്ണുവിന് ഉമാര് വന്നിട്ട് ഓനെ പടക്കം പൊട്ടിച്ചിട്ട് ഹായ് ഹാപ്പി വിഷു ഡാണാണ് എന്ന് പറഞ്ഞണൊക്കെ ഇറാൻ ഇപ്പൊ കുറെ പടക്കം പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. യെരുശലേമിലോട്ടും ഇസ്രായേലിലോട്ടും ഒക്കെ ഒരു 400 ബാലസ്റ്റിക് മിസൈൽ ഇന്ന് വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂറിനകത്ത് വന്ന് പൊട്ടിക്കൊണ്ടുപോയത്. ആകാശമണ്ഡലങ്ങളിലൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ സെൻഡ് ചെയ്യാം. പൊട്ടിക്കൊണ്ട് പോയതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കുവേ ഞാൻ ഇതിനകത്ത് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ കാണ്. ആകാശത്ത് വന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ ഇസ്രായേൽ ടാടാ ടാടാ